നല്ലൊരു മഴ കഴിഞ്ഞു. ഈ മഴയത്ത് നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാലേ നമുക്ക് നല്ല ഒരു സംഭവം കാണിച്ചു തരാം. നമ്മുടെ നാടൻ കുമിലില്ലേ, അത് ചിലപ്പോൾ തോട്ടത്തിലെല്ലാം ഇങ്ങനെ മുളച്ച് വരും. അത് നമുക്കൊന്ന് കാണാം. ചില സമയത്ത് കിട്ടും, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. ഒന്ന് നോക്കാലോ. കുമിലിൻ്റെ മെയിൻ ഇത് വരുന്നത് നല്ല ഇതില്ലേ, ചെതലാണെന്ന് തോന്നുന്നു കുമിലിൻ്റെ മെയിൻ ഫുഡ്. ഈ ചെതലുള്ള സ്ഥലത്താണ് സാധാരണ നമുക്കിത് ഉണ്ടാവില്ല. ഇങ്ങനത്തെ വാഴേൻ്റെ നമ്മൾ ഇതില്ലേ, വാഴക്കുണ്ട, അവിടെയാണ് സാധാരണ ഇത് ഉണ്ടാവില്ല. നമുക്ക് നോക്കാം. സംഭവം കണ്ട ഇതാണ് സംഭവം. നമ്മളെ കുമില്, ഇതാണ് നമ്മളെ കുമില്. വേണ്ട, വേറെയും സ്ഥലമുണ്ട്, പക്ഷെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല ഇപ്പം. ഇത്രയേ ഉള്ളൂ. ആ സ്ഥലത്ത് അധികം ഇടക്ക് ഉണ്ടാവില്ല. മഴക്കാലമായ ഇതേപോലെ തന്നെ ഇതുപോലെ വന്ന് നോക്കുമ്പോൾ നമുക്ക് കുമില് കിട്ടും. അതെടുത്ത് നമ്മൾ കറി വെക്കും. അപ്പോൾ നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് കറി വെക്കാം. ഇതേതായാലും ഇനി അമ്മക്ക് കൊടുക്കാം, അമ്മേനെ കൊണ്ട് കറി വെപ്പിക്കാം. ഞാൻ വെച്ചാൽ ശരിയാവില്ല. ഇതാ നമുക്ക് ഇത്ര പോലെയാണ് കുമില് കിട്ടിയത് കേട്ടാ. ഈ കുമില് നിലമ്പുളപ്പാൻ കുമിലെന്ന് പറയും. ഇപ്പം 2-3 തരം കുമിലുകളുണ്ട് ശരിക്കും നമ്മൾ ഈ മഴക്കാലത്ത് കിട്ടുന്നത്. അതായത് ഓർഗാനിക് നാടൻ കുമില്. ഒന്ന് മറ്റേ പുറ്റുമക്കുമില് എന്ന് പറയും, പിന്നെ ഉള്ളത് നിലമ്പുളപ്പാൻ കുമില്, പിന്നെ അരിക്കുമില്, അങ്ങനെ കുറച്ച് വെറൈറ്റി കുമിലുണ്ട്. പിന്നെ ഈ മരത്തിന് മുകളിലെല്ലാം കാണുന്ന കുമിലില്ല, അതൊന്നും എടുത്ത് പറിച്ച് തിന്നേക്കാം, ചിലത് വിഷം ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ആദ്യം നല്ല ക്ലീൻ ചെയ്യുക. കാരണം ഇതിൻ്റെ പുറത്തില്ലേ ഒരു മെഴുക് പോലത്തെ പാട ഉണ്ടാവും, അത് നമ്മൾ കളയണം. അത് നേരെ കയ്യിനെ കൊണ്ട് തന്നെ നമുക്കിങ്ങനെ ജസ്റ്റ് കീറി എടുക്കാം. അതിൻ്റെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇതുപോലെ തൊലി കളഞ്ഞിട്ട് അതിലേക്ക് മാറ്റി ഇടാം. പക്ഷെ കുമില് ഒരുപാട് കിട്ടിയാൽ അത്യാവശ്യം നമുക്ക് കറി വെച്ചാൽ ഉണ്ടാകും കേട്ടോ. ഇത് കാരണം വെച്ചാൽ ഇതിൻ്റെ ഭയങ്കര കുറവായിരിക്കും, ഇതിൻ്റെ ടോട്ടൽ വെച്ച് കഴിഞ്ഞാലുള്ള ഇത് ക്വാണ്ടിറ്റി. പിന്നെ ഇതിൻ്റെ തണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മണ്ണെല്ലാം കളഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ ചുരണ്ടി ഇതൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് എടുക്കുക. ഇതൊക്കെ നല്ല ക്ലിയറായിട്ട് വെക്കലാന്ന് നല്ല ഏകദേശം നമ്മൾ ഇറച്ചി തിന്നുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളിത് ക്ലീൻ ചെയ്യുക. ഇതിൻ്റെ മെഴുക് പോലത്തെ ആ പാടി ഇങ്ങനെ പറിച്ച് ഫുള്ളായിട്ട് കളയുക. എന്നിട്ട് നല്ല വെള്ളത്തിലിട്ട് ഒരു 2-3 പ്രാവശ്യം നല്ലോണം കഴുകണം കേട്ടോ. എന്നാൽ മാത്രമേ ഇത് യൂസ് ചെയ്യാത്തൂ. ഇത് നിങ്ങൾ വിചാരിക്കണ്ട ഇവനെന്തെങ്കിലും കുമില് എന്ന് പറയുന്നത്. നമ്മൾ കുമില് എന്നാണ് പറഞ്ഞു പോകുന്നത്, പക്ഷേ അതാണ് കൂണെന്നാണല്ലോ ശരിക്കും അച്ചടി ഭാഷയിൽ സംസാരിക്കുമ്പോൾ കൂണെന്ന് പറയും. നമ്മൾ ഇതിൻ്റെ അകത്ത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത് കഴുകിയെടുക്കുക നല്ല രീതിയിലൊന്ന് 2-3-4 വെള്ളത്തിൽ നല്ല രീതിയിൽ കഴുകിയെടുക്കുക. ശേഷം ഇതിൻ്റെ അകത്ത് നമ്മൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. നല്ല രീതിയിൽ കഴുകിയെടുത്ത കൂണിന് നമുക്ക് ഒരു കടായിലേക്ക് മാറ്റാം. കടായി അല്ലെങ്കിൽ നമ്മൾ ചീനച്ചട്ടി എന്ന് പറയാം, ചീനച്ചട്ടിയിലേക്ക് മാറ്റുക. ഇതുപോലെ ചട്ടിയിലേക്ക് മാറ്റിയ ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ആദ്യം തന്നെ നമ്മളൊരു 4-5 നല്ല പച്ചമുളക് കീറിയിട്ട് അങ്ങ് ഇടാം. ഒരു 4 പച്ചമുളക് ഞാൻ എടുക്കുന്നുണ്ട് ഇതിലേക്ക് കീറിയിടാൻ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നതാണ് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പും. ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി, ഉപ്പ്, പച്ചമുളക്, പിന്നെയുള്ളത് സാദാ കൂണും. ഇതൊക്കെ എടുത്ത ശേഷം നമുക്ക് അതിൻ്റെ അത് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. അതിനുശേഷം ഒന്ന് നന്നായി ഇളക്കിയ ശേഷം നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. ഈ ചെറിയ ഇൻഗ്രീഡിയൻസ് തന്നെ നമുക്ക് വെച്ചിട്ട് നല്ല അടിപൊളിയൊരു ടേസ്റ്റോട് കൂടി കഴിക്കാം. അങ്ങനൊരു പാത്രം എടുത്ത് നമുക്കിത് അടച്ചു വെക്കാം. ഇനി നന്നായി വെന്ത് വരും. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നന്നായി വെന്ത് വരും കേട്ടോ.
ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ നല്ല ഈ ടെക്സ്ചറിലേക്ക് വരും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്ത് നല്ല തേങ്ങ വെളിച്ചെണ്ണയില്ല, നല്ല പച്ച വെളിച്ചെണ്ണ ഉറ്റിച്ച് കൊടുക്കും. ആ പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിനകത്ത് മിക്സായി വരുമ്പോഴത്തേക്കില്ലേ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ സാധനം. എന്താ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്, വേവൊക്കെ കറക്റ്റാണ്. എന്താ ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഇതുപോലെ ഉറ്റിച്ച് കൊടുക്കും. നല്ല തേങ്ങ വെളിച്ചെണ്ണ എടുത്ത് ഇതുപോലെ ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കി നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. വാ, സൂപ്പർ, ഒന്നും പറയാനില്ല, നല്ല സൂപ്പർ ടേസ്റ്റാണ്. എന്നാൽ പിന്നെ ഈ മഴക്കാലത്ത് ഒന്ന് പുറത്തെല്ലാം ഒന്ന് ഇറങ്ങി നോക്ക്, ചിലപ്പോൾ നിങ്ങളെ വീട്ടുപറമ്പത്തെല്ലാം നല്ല നാടൻ കുമിലി ഉണ്ടാവും. കിട്ടുമെങ്കിൽ ഒന്ന് എടുത്ത് വെച്ചോക്ക്, സൂപ്പറായിരിക്കും, ഒന്നും പറയാനില്ല, അടിപൊളി.